കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി അഡ്വക്കേറ്റ് ബിനോയ് കുര്യനെ തീരുമാനിച്ച CPM ജില്ലാ കമ്മിറ്റി വൈസ് പ്രസിഡന്റായി പാർട്ടിയിൽ നിന്നും വിജയിച്ച ടി ഷബ്നയെയും തീരുമാനിച്ചു. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ സാന്നിധ്യത്തിലാണ് ജില്ലാ കമ്മിറ്റി ചേർന്നത്. മനോജ് മൈൽ ചേർന്നു. വിശദാംശങ്ങളുമായി മനോജ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ അഡ്വക്കേറ്റ് ബിനോയ് കുര്യനെ നേരത്തെ തന്നെ ഉറപ്പായിരുന്നു. പക്ഷേ വൈസ് പ്രസിഡന്റായ അനുശ്രീയായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ടി ഷബ്നയാണ് വൈസ് പ്രസിഡന്റ് ആകുന്നത്. ഒപ്പം തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ജില്ലാ കമ്മിറ്റിയിൽ സംസ്ഥാന സർക്കാരിനെതിരെ ചെറിയ തോതിലുള്ള വിമർശനങ്ങളും ഉയർന്നിരിക്കുന്നു. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ശരിത്ത് CPM കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ ഇന്നുണ്ടായ ഏറ്റവും ശ്രദ്ധേയമായ ഒരു തീരുമാനമാണ് ഈ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി അഡ്വക്കേറ്റ് ടി ഷബ്നയെ തീരുമാനിച്ചു എന്നുള്ളത്. ഈ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ച ഘട്ടം മുതൽ രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ആകെ കരുതിയിരുന്നത് പിണറായിയിൽ നിന്നുള്ള SFIയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റും CPM ജില്ലാ കമ്മിറ്റി അംഗവുമായ K അനുശ്രീ വൈസ് പ്രസിഡന്റ് ആകുമെന്നായിരുന്നു. ജില്ലാ കമ്മിറ്റിയിൽ MV ഗോവിന്ദൻ മാസ്റ്ററാണ് ഈ സംസ്ഥാന ഘടകത്തിന്റെ ഒരു നിർദ്ദേശം എന്നുള്ള നിലയിൽ ടി ഷബ്നയുടെ പേര് മുന്നോട്ട് വെച്ചത്. ഈ ജില്ലാ സെക്രട്ടേറിയറ്റിലും ജില്ലാ കമ്മിറ്റിയിലും ഒക്കെ ഇത് അംഗങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലാണ് പിന്നീടുണ്ടായ ചർച്ച, ചൂടേറിയ ചർച്ച ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായി. അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആകുമെന്ന് നേരത്തെ തന്നെ ഉറപ്പായിരുന്നു. അതുകൊണ്ട് ആ വിഷയത്തിൽ ഒരു ചർച്ചയിലേക്കൊന്നും പോയില്ല. പക്ഷേ ഈ വൈസ് പ്രസിഡന്റിന്റെ കാര്യത്തിൽ വലിയ രീതിയിലുള്ള ഒരു ചർച്ച ജില്ലാ കമ്മിറ്റിയിൽ നടന്നു എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അങ്ങനെ സംസ്ഥാന ഘടകത്തിന്റെ ഒരു നിർദ്ദേശം എന്നുള്ള രീതിയിലാണ് ഈ ടി ഷബ്നയെ നിശ്ചയിക്കാൻ ഇന്ന് നടന്ന CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ സാന്നിധ്യത്തിൽ നടന്ന ഈ ജില്ലാ കമ്മിറ്റിയിൽ തീരുമാനിച്ചിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് ഫലവുമായി ബന്ധപ്പെട്ട ചൂടേറിയ ചർച്ചയും ജില്ലാ കമ്മിറ്റിയിൽ നടന്നു. ഈ കണ്ണൂർ ജില്ലയിൽ പാർട്ടിയുടെ അടിത്തറ ഭദ്രം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോൾ പാർട്ടി വിലയിരുത്തിയിട്ടുള്ളത്. മുഴുവൻ സീറ്റും ജയിച്ച 10ഓളം പഞ്ചായത്തുകൾ, അതോടൊപ്പം തന്നെ ആന്തൂർ നഗരസഭ, ഈ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി നേതാക്കൾ ഈ പാർട്ടിയുടെ അടിത്തറ ഇപ്പോഴും ഭദ്രമാണ്, പാർട്ടി ഗ്രാമങ്ങൾ എന്ന് അറിയപ്പെടുന്ന പ്രദേശങ്ങൾ ഇപ്പോഴും ഭദ്രമാണ് എന്നുള്ള രീതിയിലേക്ക് ചർച്ച എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ അപ്രതീക്ഷിതമായ തോൽവി പലയിടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അതിൽ പല ജയിക്കേണ്ട സ്ഥലങ്ങളിൽ വരെ തോൽവി ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പല രീതിയിലുള്ള റിബൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പയ്യന്നൂരിൽ ഉൾപ്പെടെ വലിയ രീതിയിൽ റിബലുകൾ ജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ പാർട്ടിക്ക് വലിയ ഒരു നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് എന്നുള്ള രീതിയിലേക്ക് ചർച്ചകൾ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ കണ്ണൂർ കോർപ്പറേഷനിൽ അമിത പ്രതീക്ഷ വെച്ച് പുലർത്തി കോർപ്പറേഷൻ പിടിക്കാൻ കഴിയും എന്നുള്ള രീതിയിലേക്കുള്ള ഒരു അമിതമായ ഒരു പ്രതീക്ഷയാണ് വെച്ച് പുലർത്തിയത്. ഈ കോർപ്പറേഷന് എതിരെ ഉയർത്തിക്കൊണ്ടുവന്ന അഴിമതി ആരോപണം തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമെന്ന പ്രതീക്ഷയുണ്ടായി. അങ്ങനെയാണ് ഈ കോർപ്പറേഷൻ പിടിക്കാൻ കഴിയുമെന്ന ഒരു ഉറച്ച ആത്മവിശ്വാസത്തോടു കൂടി പ്രവർത്തകർക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് വേണ്ടത്ര പ്രചരണം നടത്താനും അത് വേണ്ടത്ര ജനങ്ങളിലേക്ക് എത്തിക്കാനുമുള്ള ഒരു സമയം ലഭിച്ചില്ല. ഇത് കുറച്ചുകൂടി മുന്നേ ചെയ്യേണ്ടതായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം ജില്ലാ കമ്മിറ്റിയിൽ ഉയരുന്ന സാഹചര്യം ഉണ്ടായി. ഈ പ്രചരണം കൂടി ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇതിലും വലിയ ഒരു തിരിച്ചടി കണ്ണൂർ കോർപ്പറേഷനിലടക്കം സംഭവിക്കുമായിരുന്നു. ഡിവിഷൻ വിഭജനത്തിൽ വലിയ പോരായ്മകൾ സംഭവിച്ചു. അതിൽ വേണ്ടത്ര ഇടപെടാൻ കഴിയാത്തത് അതിന് മേൽനോട്ടം വഹിച്ച ആളുകളുടെ ഒരു വീഴ്ചയാണ്. 30-ലധികം സീറ്റ് രാഷ്ട്രീയ വോട്ടിന്റെ അടിസ്ഥാനത്തിൽ UDFന് ഉറപ്പാകുന്ന ഒരു സാഹചര്യമുണ്ട്. ആ തരത്തിലാണ് ഡിവിഷന്റെ വിഭജനം. കൊറ്റാളി, കുറുവ എന്നീ സീറ്റുകളിലെ പരാജയം പ്രത്യേകമായി പരിശോധിക്കാനും ജില്ലാ കമ്മിറ്റി നിർദ്ദേശിച്ചിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്തിൽ അധികം സീറ്റ് നേടാനായി കഴിഞ്ഞ തവണ 17 അത് 18 വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞുവെങ്കിൽ കൂടി മയ്യിൽ ഡിവിഷനിലെ പരാജയം തിരിച്ചടിയാണ്. അത് തിരിച്ചടി എന്ന് ഒരു വാക്ക് ഉപയോഗിക്കുന്നില്ല എങ്കിൽ കൂടി അത് ഒരു പാർട്ടിക്ക് ഒരു അപമതിക്കുണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു പരാജയമായി പോയി എന്നുള്ളൊരു വിലയിരുത്തലാണ് ഉണ്ടായത്. ഈ മയ്യിൽ ഡിവിഷന്റെ പുനഃസംഘടനയാണ് ഈ പ്രതിസന്ധി സൃഷ്ടിച്ചത്. നേരത്തെ ഉണ്ടായിരുന്ന ഘടനയിൽ നിന്ന് ഏതാണ്ട് 3/4 ഭാഗവും മാറി മൃഗീയ ഭൂരിപക്ഷത്തിൽ ജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഡിവിഷന്റെ പേര് അതേ രീതിയിൽ തന്നെ നിലനിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. മുസ്ലിം ലീഗിന് ആധിപത്യമുള്ള ചേലേരി, തലമുണ്ട, മുണ്ടേരി ഭാഗങ്ങൾ എല്ലാം ചേർന്നതാണ് ഈ മയ്യിൽ ഡിവിഷൻ എന്ന് പറയുന്നത്. മയ്യിൽ പഞ്ചായത്തിന്റെ ഒരു ഭാഗം കൊണ്ട് മാത്രം ജയിക്കാനുള്ള ഒരു വോട്ട് LDFന് ഇല്ല. 6000-ഓളം വോട്ടിന് പിറകിലാണ്, രാഷ്ട്രീയ വോട്ടുകൾക്ക് പിറകിലാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഈ മയ്യിൽ ഡിവിഷനെ ഏരിയ കമ്മിറ്റി അടക്കം വിലയിരുത്തിയിരുന്നു. ഈ കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതുമാണ്. പക്ഷേ മയ്യിൽ
മേഖലയിൽ നിന്നുള്ള വോട്ട് കൊണ്ട് UDFന്റെ ഭൂരിപക്ഷം ഗണ്യമായി കുറക്കാൻ കഴിഞ്ഞു. ഏതാണ്ട് 2000-ലധികം വോട്ടുകൾക്കാണ് പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പക്ഷെ അത്രത്തോളം വോട്ടുകൾ കുറക്കാൻ കഴിഞ്ഞു എന്നുള്ളൊരു നേട്ടമായി പറയേണ്ട സാഹചര്യം ഉണ്ട് എന്നുള്ള രീതിയിലേക്കുള്ള ചർച്ചകളും അതിൽ നടന്നിരുന്നു. ഈ ഭരണതലത്തിൽ ജാഗ്രത കുറവുണ്ടാകുന്നത് ഈ തെരഞ്ഞെടുപ്പുകളെ ബാധിക്കുന്നതായി ഈ വിമർശനം ഉയർന്നിട്ടുണ്ട്. ജില്ലാ കമ്മിറ്റിയിൽ PM ശ്രീ അടക്കമുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു ഈ പരോക്ഷമായ വിമർശനം. അതിശക്തമായ ഒരു സംസ്ഥാന സർക്കാരിനെതിരെ അതിരൂക്ഷമായ ഒരു വിമർശനം എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ഈ ജാഗ്രത കുറവുകൾ വലിയ രീതിയിൽ പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾക്കും ഇടയാക്കുന്നു. അത് ന്യൂനപക്ഷ വോട്ടുകളെ സ്വാധീനിക്കുന്നു. ഈ ന്യൂനപക്ഷ വോട്ടുകൾ UDFൽ കേന്ദ്രീകരിക്കപ്പെട്ടതാണ് ഈ ഇത്രയും വലിയ ഒരു തിരിച്ചടിക്ക് കാരണം. സംസ്ഥാന തലത്തിൽ ആകെ ഒരു വലിയ തിരിച്ചടിക്ക് കാരണം ആ രീതിയിലുള്ള ഒരു വോട്ട് ഏകീകരണം ആണ് എന്നുള്ള ഒരു ചർച്ചകൾ കൂടി നടക്കുന്നുണ്ട് പാർട്ടിയിൽ. ആ വിഷയം പാർട്ടി ഗൗരവത്തോടെ എടുക്കണം. എല്ലാ വിഭാഗങ്ങളെയും വിശ്വാസം ആർജിക്കാൻ കഴിയുന്ന തരത്തിൽ അംഗങ്ങൾ ഈ പാർട്ടി സജ്ജമാകണം എന്നുള്ള രീതിയിലാണ് അംഗങ്ങൾ ആ നിലപാടുകൾ എടുത്തത്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നഷ്ടപ്പെട്ട ഈ വോട്ടുകളൊക്കെ തന്നെ തിരിച്ചു പിടിച്ച് മുന്നണിയിൽ എത്തിക്കാൻ താഴെത്തലം മുതൽ പ്രവർത്തനം ശക്തമാക്കാൻ ഈ യോഗത്തിൽ സംബന്ധിച്ച സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ വലിയ രീതിയിലുള്ള ചർച്ച ഈ ജില്ലാ കമ്മിറ്റിയിൽ നടന്നു. തെരഞ്ഞെടുപ്പിന്റെ ഈ കാര്യങ്ങളൊക്കെ നടന്നു. മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിലെ അധ്യക്ഷന്മാരെ നിശ്ചയിക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള മറ്റ് കാര്യങ്ങൾ പിന്നീട് തീരുമാനിക്കാം എന്നാണ് ഇപ്പോൾ ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത്. ഷിനിത്ത്.